So let's welcome Suvanish Pattambi. നമസ്കാരം സുവനീഷ് ഏട്ടാ. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. താങ്ക് യു. പേര് തന്നെ കേട്ടില്ലേ, സുവനീഷ്. സുവനീഷ് എന്താ ഈ പേരിന്റെ അർത്ഥം ചേട്ടാ? നല്ല രാജകുമാരൻ എന്നാണ്. ഓ, നല്ല അർത്ഥം അല്ലേ, കൊള്ളാം. പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആർട്ടിസ്റ്റ് ആണോ? അതെ അതെ. അതാ ആ ഏരിയയിലാണോ കൂടുതൽ? മലബാർ സൈഡ് ആ ഏരിയയിലാണ് അവര് കൂടുതലും ചെയ്യുന്നത്. ഓഹോ. അപ്പൊ സുവനീഷ് എന്തായാലും നമുക്കൊന്ന് പൊളിക്കാം അല്ലേ മീനാക്ഷി? ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും. അപ്പം ആരെയാണ് നമുക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? ആദ്യം അനുകരിക്കുന്നത് നാടകരംഗത്ത് നിന്നും മലയാളത്തിലേക്ക് എത്തിയ, നമ്മുടെ സിനിമയിലേക്ക് എത്തിയ ശിവജി ഗുരുവായൂർ സാറിന്റെ ശബ്ദമാണ് അനുകരിക്കുന്നത്. ആരോട് ചായ കുടിച്ചോ? അയാൾക്ക് കൊടുക്കാനുള്ള എന്താ കൊടുക്കുക? എന്തേ സന്തോഷമായിക്കോട്ടെ. കേട്ടവരുണ്ട്, നിങ്ങൾ തറവാടികളായിട്ട് ഒന്നും അങ്ങോട്ട് ചോദിക്കണ്ടായല്ലോ, പക്ഷേ അറിഞ്ഞങ്ങോട്ട് തരാന്നുള്ളത്. കുഴമ്പുറം പാടത്ത് ഒരു 10 പറക്ക നിലണ്ട്. ഇപ്പോ വലിയ വില ഒന്നും ഇല്ലെങ്കിലും ഭാവിയിൽ ആർക്ക് ക്ഷാമം ഉണ്ടാവണ കാലത്ത് പൊന്നും വില കിട്ടും. അത് രാഷ്ട്രീയ പരിക്കുന്ന പ്രമാണാക്കിയിട്ട്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ ഒരു FD ഉണ്ട്, 25,000 രൂപ തികച്ചും അതിലുണ്ട്. മുറ്റത്ത് കിടക്കുന്ന വണ്ടി 1984 വാങ്ങുമ്പോൾ പുതുപുത്തനായിരുന്നു. രാജശ്രീയെ ദുബായിക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ടാവില്ലല്ലേ. ഞാൻ ഈ പാലക്കാട് ജില്ല വിട്ട് എങ്ങിട്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ നിർബന്ധമാച്ചെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടി അങ്ങോട്ടാ വരാം. എന്താ സന്തോഷമായില്ലേ? ആ സീൻ എടുത്ത് വെച്ച് മുമ്പിലോട്ട് തന്നു. ഇനി അടുത്ത ഐറ്റം അടുത്തത് അനുകരിക്കുന്നത് സുരേഷ് കൃഷ്ണ എന്നാണ് ശബ്ദമാണ്. അദ്ദേഹം നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ, ഐറ്റം വേറെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളതൊന്ന് ചെയ്യുക. ലൈവായിട്ട് അദ്ദേഹത്തിന്റെ സംഭാഷണം. ഓക്കെ ഓക്കെ. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത്. കാരണം ഞാൻ കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമഡിയുടെ രാജാക്കന്മാരായിട്ടുള്ള കുറേ അധികം ആളുകൾ നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഐറ്റം വേറെ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ ഒരു തഴക്കം വന്നിട്ടുള്ള എല്ലാവിധ കോമഡിയും ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചിരിച്ചിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം വീണ്ടും ഇവിടെ എത്താൻ സാധിച്ചതിൽ. ഒരുപാട് പേര് സ്പോട്ടപ്പ് ഒക്കെ ചെയ്യാറുണ്ട്, അതൊക്കെ കാണാറുണ്ടല്ലോ. ഓ പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് പ്രചോദനം. കാരണം ഇത്രയധികം ആളുകൾ നമ്മുടെ ശബ്ദം എടുക്കുന്നു പറയും വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അതെ തീർച്ചയായിട്ടും. അതെന്തറിയോ, കേൾക്കുന്നതെല്ലാം നമ്മള് പറയുമ്പോ അത് തന്നെയാണല്ലോ ഇത് കറക്റ്റ് ലൈവ് സംസാരിക്കുന്നത്. അല്ല, ഞാനതാണ് ഇന്ററാക്ട് ചെയ്തപ്പോഴും അത് എന്ത് രസമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യുന്നത്. അടിപൊളി, സൂപ്പർ സൂപ്പർ. അടിപൊളി. നെക്സ്റ്റ് നമ്മുടെ മധുസാറിന്റെ ശബ്ദമാണ്. മധുസാറിന്റെ കുറെ കാലഘട്ടത്തിന് ശേഷം കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമയിലെത്തിയപ്പോൾ ആ ശബ്ദമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡെപ്തുള്ള ആ ശബ്ദം മധുസാറിന്റെ ശബ്ദം. ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റാരോടും പറയില്ലാന്ന് ഭഗവതിയെ മുൻനിർത്തി സത്യം ചെയ്യാമോ? കൃഷ്ണുണ്ണി വെറും ഒരു കാര്യസ്ഥനല്ല, എൻ്റെ രാജൻ്റെ മോനാണ്. കലയിച്ച് നിൽക്കുന്ന 2 കുടുംബങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ വന്നവനാണ് എൻ്റെ ഉണ്ണി. എന്താണ് കൃഷ്ണുണ്ണി, ഞാനും പണ്ട് കുറെ ആലിൻ്റെയൊക്കെ വണ്ണം നോക്കിയതാ. സുനീഷ്, കണ്ടെത്തലുകൾ ഭയങ്കരമാണ് കേട്ടോ. അതായത് മസാന്റെ ആ സിനിമയിലെ ഒരു കഥാപാത്രത്തിന് വോയിസ് ചേഞ്ച് ഉണ്ട്, അത് കറക്റ്റായിട്ട് അടിപൊളി കേട്ടോ, പൊളിച്ചു. അടുത്ത താരം ലാൽ സാറാണ്, സിദ്ദിഖ് ലാലിലെ ലാൽ സാർ. അത് 2 വേരിയേഷനാണ്. അദ്ദേഹം കോമഡി ചെയ്യുന്ന സമയത്തും അതുപോലെ വില്ലനായി മാറുമ്പോൾ 2 വ്യത്യാസം ഉണ്ടാവും. കോമഡി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള തെങ്കാശി പട്ടണത്തിലെ ആ ഒരു ക്യാരക്ടർ ആദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ. ഇവിടെ ആരാന്നറിയോ? കള്ളടാ, കള്ളൻ, കള്ളൻ. എന്റെ സഹോദരൻ പെണ്ണെന്ന് പറഞ്ഞാ എനിക്കൊരു പെങ്ങളാ. അവളോട് തെറ്റിയില്ലെങ്കിൽ ഞാൻ മാപ്പറിയാം, സത്യമായിട്ട് മാപ്പറിയാം. നീ കൊടുക്കുന്നങ്ങളാ അവളോട് പന്നി. ഈ കോമഡി എന്ന് വിട്ടിട്ട് ഒരു വില്ലനായിട്ട് മാറിയപ്പോ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോ അത് വേറെ റേഞ്ചായി പോയി. അതിൽ പടവീടൻ എന്ന് പറയുന്ന വില്ലൻ വേഷം. പടവീടൻ, ഡെവിൻ കാർലോസ് പടവീടൻ. അവന്റെ ജീവൻ ബോംബെല്ലാ പഴച്ചല്ലോ, അതിങ്ങനെ ഹൈ റേഞ്ച് കേൾക്കണം. എങ്ങും മുടങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാറുപുള്ളിന്റെ കിരീടവും തേടി നാം നടന്നത് സൗഖ്യമോ മൃത്യുവോ? അടിപൊളി. 2 ഇമോഷൻസ്. ഇതിൽ ഒരു ആർട്ടിസ്റ്റ് കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, ബാബു ആന്റണി. നെക്സ്റ്റ് ഞാൻ അതിലേക്കാണ് അപ്പൊ ബാബു ആന്റണി സാറിനെ കേൾക്കാം. ഒരുപാട് സിനിമ ബാബു ആന്റണി ചേട്ടന്റെ ആദ്യകാലത്തെ ശബ്ദമാണ് നാടോടി സിനിമയിലെ. ഒരിക്കലും നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു കടങ്കഥ
സോഫി മരിക്കേണ്ടി വന്നാലും ജാക്സണോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ശാഠ്യം പിടിച്ച സോഫി 3 വർഷം മുമ്പ് എൻ്റെ കൺമുൾ വെച്ച് കടലിൽ ചടിച്ചത്ത് എന്നെ കോടീശ്വരനാക്കി. ഞാൻ ജയിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത് പ്രകൃതിശങ്ങൾ പടമെടുക്കാൻ കൊടൈക്കനാലിൽ വന്ന എൻ്റെ സുഹൃത്ത് വിക്ടർ എന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ ഒരു നിമിത്തം പോലെ സോഫി പതിഞ്ഞു. വിക്ടർ തന്ന വിലാസവുമായി ഞാനിവിടെ വന്നു. ജാക്സനെ ജീവിക്കാൻ സോഫി മരിച്ചേ തീരൂ. ഇപ്പോ ശിവനും സൂപ്പർ. അടിപൊളി. അടുത്തത് കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പ്രചോദേട്ടന്റെ മാസ്റ്റർ ഐറ്റം ബാബു നമ്പൂതിരി. ആ പൊളി. അദ്ദേഹത്തിന്റെ പകൽപ്പൂരം എന്ന് പറയുന്ന സിനിമയിൽ സൂര്യമംഗലത്തെ അവകാശം സ്ഥാപിക്കാൻ മനോഹരമായൊരു നാടകം കളിച്ചു നിങ്ങൾ രണ്ടാളും കൂടി. എന്നിട്ടത് ശുഭസമാപ്തിയിൽ എത്തിക്കുകയും ചെയ്തു. വേണ്ട, അവനെ ഉണർത്തണ്ട. ഞാൻ ആ പാലിൽ കലക്കിയ ഗോരവനാന്തരക്കുരുവിൻ്റെ നീരിന് ഇങ്ങനെയോരോ സൃഷ്ടിക്കാൻ കഴിയും. എന്തിനാ ഞാനത് ചെയ്തതെന്ന് അറിയോ? മധുവിധ സംഗമനത്തെ നിങ്ങളുടെ ഈ ചെറിയ ദാമ്പത്യം മുളയിലെ നുള്ളിയെറിയാൻ. ഓ പ്രജാദേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രജാദേട്ടൻ പറ. സാധാരണ താഴേക്കാണ്, പിച്ച് താഴേക്കാ, ഇത് high ആ. മുകളിലേക്ക് high. അല്ല തന്നെയല്ല, സാധാരണ എടുക്കുമ്പോൾ ഒരു നീട്ടം ഉണ്ടല്ലോ. നന്ദഗോപാലൻ വന്നു കേട്ടപ്പോഴേ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് അതാ. പക്ഷെ ആ നീട്ടം ഇല്ലാതെ വേറൊരു വ്യത്യസ്തമായ ഡയലോഗ് എനിക്കിത് സോളമൻ ചങ്ങനാശ്ശേരി ഒരു ആർട്ടിസ്റ്റും അതെ. ഇതേ ഡയലോഗ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ആ ഒബ്സർവേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഭീമൻ രഘുചേട്ടനാണ്. രഘുചേട്ടൻ നമ്മുടെ ജയൻ സാറിനെ പറ്റിയിട്ട് പറഞ്ഞ ഒരു പോർഷനും ജയൻ സാറിന് വേണ്ടിയിട്ടുള്ളൊരു പാട്ടും കൂടി പാടുന്നുണ്ടായിരുന്നു. അത് പോർഷൻ ചെയ്യാം. എനിക്ക് ഈ ജയൻ എന്ന് പറയുന്ന നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് ഈ കൊച്ചിൻ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓഫീസറായിരുന്നു. അന്ന് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോകുമ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചില്ല. പക്ഷേ അന്ന് എൻ്റെ ഒരു ഓഫീസർ വന്ന് എന്നോട് പറയുകയുണ്ടായി, ഇതാണ് സിനിമാ നടൻ ജയൻ, അപ്പോൾ നീ ഒന്ന് പോയി കാണുമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയിൽ കാണുന്ന ആളേ അല്ല, വേറെ ഒരു രൂപമാണ്. അപ്പോൾ എന്തായാലും അയാൾക്ക് വേണ്ടിയിട്ട്, ആ മനുഷ്യന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ. വേണ്ട. ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാ സ്റ്റാർസും ഒന്നിനൊന്നും മെച്ചമായിരുന്നു.